சார் பில். என்னையா உனக்குள்ள அவசரம்? சாப்பிட்டு முடிக்கிறதுக்கு முன்னாடி பில் கொடுக்குறியா? போய் ஜூஸ் உண்டா போ. சார் உங்களுக்கு? இல்லை வேண்டாம். பைனாப்பிள் ஜூஸ். ஓகே சார். சார் ஜூஸ். பில் பில். സാർ ബിൽ. അളിയത് ലാഭമുണ്ടത്. ഇവിടെ പൈസ കുറവാണ്. ദേ അളിയ, എനിക്ക് ബിസിനസിൻ്റെ കാര്യത്തിന് 1-2 പേരെ കാണാനുണ്ടേ. ഇവിടെ തന്നെ നമുക്കിറങ്ങാം. ഇല്ല, അളിയൻ പോയിക്കോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാതെ കൊണ്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ട് പോക്കണം. ഞാനൊരു 5 മണിയാകുമ്പോൾ വിളിക്കാം. ആ ദേ മറക്കരുത്, 5 മണിട്ടാ. ഗ്രൈൻഡറോ? മാവാട്ടാൻ പറ്റില്ലല്ലോ ദൈവമേ. ഇവിടെ വാതില് ഇറങ്ങി ഓടിയാലോ? കർത്താവേ, എന്ത് ചെയ്യും? അയ്യോ, ഓടാലേ. ഹലോ ജോണേ, എടാ നീ ഇവിടെ ഈ റോയൽ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ? നിൻ്റെ ഓഫീസിന് തൊട്ടടുത്താ. എടാ പ്ലീസ് ഡാ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഒന്ന് പെട്ടെന്നോ. ഓക്കെ. എന്തു പറ്റിയടാ? ഇവിടുത്തെ കാശ് അടിച്ചോണ്ട് പോകുമ്പോൾ നീ ഏത് കൊണ്ടിരിക്കുന്നു? നീ വന്നു പോയതിനു ശേഷം വട്ടരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നുണ്ടായിരുന്നു. എല്ലാവരും മുമ്പിലിട്ട് എന്നെ നാറ്റിച്ച്. എൻ്റെ അപ്പത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഒരു വക പള്ളിപ്പെരുന്നാളും മുണ്ടൊഴിഞ്ഞ സ്ഥിതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമയത്തിന് കാശ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും പണിയാണ്. അത് ഏറ്റവും കൂടുതൽ പണിയിട്ട പണം എനിക്കാ. ഉന്നയിച്ച് ഞാൻ പണം തരേ അയാൾ പറഞ്ഞത്. മാത്യു, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊക്കെ ഞാൻ നിനക്ക് ചെയ്തെന്നുണ്ട്. ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ പോണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരുത്തൻ കൈ കിട്ടി കഴിഞ്ഞാൽ വെട്ടി കൊല്ലാൻ നടക്കാം. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ആ സമയത്ത് അവന്റെ 2 മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പൈനാപ്പിൾ ജ്യൂസ്. എടാ, എൻ്റെ അളിയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അയാളെ കഴിച്ചതിൻ്റെ അരമണിക്കൂറായിട്ട് ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ലടാ. ഈ ഒരു പ്രാവശ്യം കൊണ്ട് നീ ഇത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ തരാം, പ്ലീസ്. ശരി വാ. இந்த கார்டு ஒர்க் ஆகலை. ஒர்க் ஆகலை. എത്ര? 464.
കറക്റ്റ് അല്ലേ? വട്ടരാജ് എങ്ങനത്തെ ആളാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് നിന്റെ ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വട്ടരാജിക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അതിപ്പോ നീ ആരുടെ കാര്യത്തിന് കത്തി വെച്ചിട്ടാണെങ്കിലും ബാങ്ക് കൊള്ളടിച്ച് തട്ടിപ്പിടിച്ച് കൊണ്ടാണെങ്കിലും ശരി. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. നീ ആണാ കാസ് അപ്പുറം ഇപ്പുറം തരാ. വട്ടരാജ വെട്ടി പോന്നില്ലെങ്കിൽ തരാം. ഫോൺ എടുക്കാൻ പറ്റില്ല. ഫോൺ ഓട്. பேலன்ஸ் இல்லைண்ணே. பேலன்ஸ் கம்மியாக இருக்கு. ஒத்து ஏய் பட்டன் எங்கடா? ஆனால் இது வந்து டச் ஸ்க்ரீன். இது டச் ஸ்க்ரீன். எவ்வளோ? 10,000ண்ணே. 10,000மா? ஆமாண்ணே. 10,000 பட்டனே இல்லை. இப்படி நம்பர் போடு. 9 9 2 2 8 4 4 2 2 2 2 3 3 3 3 4 4 4 4 போட்டியா? போட்டியா? மாலிக் வட்டிராஜா கூட ஃபிகர் இருந்த பெரிய ஹீரோட நீ உன் லவரை தூக்கியாச்சு. காசை கொடுத்து அவளை கூட்டிட்டு போ. அண்ணா எந்த பொண்ணு? ஒரு பொண்ணு பின்னாடி சுத்திட்டு இருந்தியே அவதான். அண்ணா எனக்கு தெரியாது. ஷீ இஸ் நாட் மை லவர். நீ விடுற கதையில நம்புறதுக்கு நான் ஒன்றும் பொட்டனா இல்லை. 5 மணிக்குள்ள காசை கொடுத்துட்டு அவளை கூட்டிட்டு போ. 10 ரூபா குஷ்காவை ருசிச்சு திங்கிறவனா அவ வேற பார்க்க பாய் விட்டு பிரியாணி மாதிரி இருக்கா. புரியுதுல்ல மிஸ்டர் ராஜா? ஏய் கஞ்சா இழுத்துட்டு ஏதாவது முக்கத்தனமா யோசிச்ச உன் அண்ணன் கிட்ட போட்டு கொடுத்துரு. ஹலோ வட்ராண்ணா, வட்ராண்ணா அண்ணங்கிட்ட சொல்ல வேணா. என்னை பற்றி நல்லா தெரியுமா உனக்கு? பார்த்து பிழைச்சிக்கோ. அண்ணா ചേട്ടനോട് പറയില്ലട്ടണ്ണா. ഹലോ ഹലോ. இந்த அவளை வராதான் இருக்கும். വട്ടിരാജയ്ക്ക് കാശ് കൊടുക്കണം. ജീനയെ കൂട്ടിക്കൊണ്ടുവരണം. അതിനു മുമ്പ് അവളുടെ അപ്പം കൊടുത്ത കംപ്ലൈൻറ്റ് സത്യമില്ലെന്ന് പ്രൂവ് ചെയ്യണം. തിന്നാൻ വേണ്ടി ജനിച്ച ആളിന് 50,000 രൂപ കൊടുക്കണം. ഇതെല്ലാം വൈകിട്ട് 5 മണിക്കുള്ളിൽ നടക്കുകയും വേണം. ജോലി അന്വേഷിച്ച് പോയ സ്ഥലത്തൊക്കെ എക്സ്പീരിയൻസ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പിച്ചക്കാരനെ പോലെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ദൈവത്തോടുള്ള വിശ്വാസം പോയി തുടങ്ങി. എക്സ്പീരിയൻസ് വേണ്ടാത്ത 2 ജോലിയുള്ളൂ. ഒന്ന് പിച്ചെടുക്കൽ, പിന്നൊന്ന് പിടിച്ചു പറി.